ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇഞ്ചി മിഠായി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റില്. അപ്പൊ വായോ വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് ശർക്കര, 2 ടീസ്പൂണോളം നെയ്യ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമ്മൾ ഇഞ്ചി നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. അതേ ഇതിലോട്ട് ശർക്കരയും കൂടിയും ചേർത്ത് അരയ്ക്കുക. അതിലോട്ട് പഞ്ചസാര ഇട്ട് നന്നായി അരച്ച് നല്ല സ്മൂത്തി പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും നെയ്യും കൂടി ചേർത്ത് നന്നായി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതും നല്ലതാണ്. ഈ തൊണ്ടവേദന ചുമയൊക്കെ വരുമ്പോ ഇഞ്ചി മിഠായി നമ്മൾ എടുത്ത് വായിലിടൂലേ, അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റാണ്. കുറച്ച് മഞ്ഞൾത്തൂളും കൂടി ഇട്ട് കഴിഞ്ഞാൽ തൊണ്ടടപ്പും തൊണ്ടവേദനയും ചുമയൊക്കെ പെട്ടെന്ന് ഇരുന്ന് പോകും. അപ്പൊ നന്നായി ബബിൾസ് ഒക്കെ വന്ന് വെള്ളമൊക്കെ വറ്റി കുറുകി വരണം. അടിപൊളി ടേസ്റ്റില് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് ശർക്കര ഇട്ടതിനാലാണ് ഈ കളർ വന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര, ഇപ്പൊ 1 കപ്പ് ശർക്കര ഇട്ടുപോലെ അതിന് പകരമായിട്ട് 1 കപ്പ് പഞ്ചസാര ഇടാം. ഇനി നന്നായി കുറുകി വരുമ്പോ വെള്ളത്തിലോട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ സ്പ്രെഡ് ആകാതെ നമുക്ക് കയ്യിൽ ഇതുപോലെ എടുക്കാൻ കിട്ടും. വെള്ളത്തിൽ ഇട്ടാലും വെള്ളത്തിൽ സ്പ്രെഡ് ആവില്ല. ഇതാണ് കറക്റ്റ് സ്റ്റേജ്. ഇനി നമുക്ക് പെട്ടെന്ന് നമുക്കത് ഒരു മാവുണ്ട് ഏതിലായാലും, ഇപ്പൊ ഞാനിപ്പോ ചോക്ലേറ്റ് ഉണ്ടാക്കണ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാനും. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു പ്ലേറ്റില് കുറച്ച് ഓയിൽ തടവി അതിലൊഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഈ ചോക്ലേറ്റിന്റെ മൗൾഡൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് സെറ്റ് ആവാനായിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അത്രയും മതി. അതിനുള്ളിൽ നമുക്ക് സെറ്റാവും. ഞാൻ 3 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 3 മണിക്കൂർ പുറത്ത് വെച്ചപ്പോ തന്നെ സൂപ്പറായിട്ട് സെറ്റായി വന്നു. കണ്ടില്ലേ, സൗണ്ട് കണ്ടില്ലേ നിങ്ങള്? നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് മക്കളെ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൻ വേളിൽ കമന്റ്സ് അറിയിക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ ഫ്രണ്ട്സ്.